നിങ്ങളിപ്പോൾ ടൈറ്റിൽ വായിച്ചത് 100% സത്യമാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന, ഏറ്റവും ശാപം നിറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏകദേശം 300 കിലോമീറ്റർ നീളമുള്ള ഒരു ഭീകരമായ ഭൂഗർഭ തുരങ്കത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോവുകയാണ്. ചുറ്റും ഘനഘോരമായ ഇരുട്ട് മാത്രം. ഫോണിനാണെങ്കിൽ സിഗ്നൽ ഇല്ല. നിങ്ങളുടെ കയ്യിലെ ടോർച്ച് ലൈറ്റുകൾ പോലും പെട്ടെന്ന് പ്രവർത്തിക്കാതാകുന്നു. ആ നിമിഷം ഇരുട്ടിൽ നിന്നും നിങ്ങളുടെ പിന്നിൽ ആരോ നടന്നു വരുന്ന ഒരു കാൽപെരുമാറ്റം കേട്ടാൽ ദയവായി തിരിഞ്ഞു നോക്കരുത്. കാരണം നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് ഒരു സാധാരണ തുരങ്കത്തിലല്ല, പാരീസിലെ കാറ്റകോംസിലാണ്. 60 ലക്ഷത്തിലധികം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും തലയോട്ടികളും സൂക്ഷിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ശ്മശാനമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഇടം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. കഥകളിൽ നമ്മൾ ഒരു പ്രേതത്തെക്കുറിച്ചോ ആത്മാവിനെക്കുറിച്ചോ ഒക്കെ കേട്ട് ഭയപ്പെടാറുണ്ട്. എന്നാൽ 60 ലക്ഷം മൃതദേഹങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന ഈ ഇരുട്ടറയിൽ എന്തൊക്കെയാകും നടക്കുന്നുണ്ടാവുക? ഈ വീഡിയോ നിങ്ങൾ രാത്രിയിലാണ് കാണുന്നതെങ്കിൽ ഭയന്ന് വിറച്ച് ഉറക്കം നഷ്ടപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള ഹൊറർ മിസ്റ്ററി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പാരീസ് നഗരം മുകളിൽ നിന്ന് എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം തന്നെ ഭയാനകമാണ് അതിൻ്റെ അടിത്തട്ട്. 300 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ കാറ്റകോംസിന്റെ വെറും 0.5% മാത്രമാണ് സാധാരണക്കാർക്ക് കാണാനായി ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ കേൾക്കുന്ന ഭയപ്പെടുത്തുന്ന കഥകളെല്ലാം ഈ ചെറിയ ഭാഗത്തു നിന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ബാക്കി കിടക്കുന്ന 99.5% ഭാഗം അത് എത്രത്തോളം ഭീകരമായിരിക്കും? ആ അപകടം മനസ്സിലാക്കിയാണ് ഗവൺമെന്റ് ബാക്കി ഭാഗങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും അധികൃതർ ഭയപ്പെടുന്നു. ഈ സ്ഥലം എത്രത്തോളം അപകടം പിടിച്ചതാണെന്നറിഞ്ഞിട്ടും കഴിഞ്ഞ 2017 2 യുവാക്കൾ ഈ നിരോധിത മേഖലയിലേക്ക് ഒളിച്ചു കടക്കാൻ തീരുമാനിച്ചു. പകൽ സമയത്ത് അവിടെ എത്തിയ ടൂറിസ്റ്റുകളെല്ലാം വൈകുന്നേരത്തോടെ ഒന്നൊന്നായി പുറത്തുപോയി. ഒടുവിൽ ആ ഇരുട്ടറയിൽ ആകെ അവശേഷിച്ചത് ഈ 2 കൂട്ടുകാർ മാത്രമായിരുന്നു. ആദ്യം എല്ലാം സാധാരണ പോലെയായിരുന്നു. അവർ തമാശകൾ പറഞ്ഞ് മുന്നോട്ട് നടന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് പുറത്തേക്ക് കടക്കാൻ നോക്കിയപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. കാറ്റകോംസിന്റെ പ്രധാന വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരുന്നു. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവർ നിൽക്കുമ്പോഴാണ് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകം അവരുടെ കണ്ണിൽ പെടുന്നത്. സ്റ്റോപ്പ്, ദിസ് ഈസ് ദ എംപയർ ഓഫ് ഡെത്ത്. അതായത് ഇവിടെ നിൽക്കൂ, ഇത് മരണത്തിന്റെ സാമ്രാജ്യമാണ്. പക്ഷെ രാവിലെ ആകാതെ പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ ധൈര്യം സംഭരിച്ച് ആ ഇരുട്ടറയ്ക്കുള്ളിൽ കൂടുതൽ ഉള്ളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. എന്നാൽ മുന്നോട്ട് പോകുന്തോറും അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആരോ തങ്ങളെ ബലമായി ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം. ഭയം തോന്നി. അവർ തിരികെ ഓടാൻ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും വഴിതെറ്റി ഒരേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ തളർന്നവർ ഒരിടത്തിരുന്നു. പെട്ടെന്നാണ് തങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയോ നിഴലുകൾ ഓടി നടക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടത്. എന്തോ ഒന്ന് അവിടെയുണ്ട്, അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ തൊട്ടടുത്തു നിന്നും മണ്ണ് വെട്ടിപ്പൊളിക്കുന്ന കനത്ത ശബ്ദം അവർ കേട്ടു. അവിടെ തങ്ങളല്ലാതെ മറ്റാരോ ഉണ്ടെന്നും തങ്ങളെ രക്ഷിക്കാൻ വന്നവരാണെന്നും കരുതി അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവിടെ ചെന്ന് അവർ കണ്ടത് ചോര ഉറഞ്ഞു പോകുന്നൊരു കാഴ്ചയായിരുന്നു. കീറിപ്പറിഞ്ഞ പഴയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു തൊഴിലാളി അവിടെ ഇരുന്ന് ഒരു കല്ലറ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ തല ഉയർത്തി ആ 2 യുവാക്കളുടെയും മുഖത്തേക്ക് നോക്കിയ അയാൾ വളരെ ശാന്തമായി ഒരു വാചകം മാത്രം പറഞ്ഞു: നിങ്ങളും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. നിനക്കും ഒരു കല്ലറ വെട്ടണോ? ആ തൊഴിലാളിയുടെ ചോദ്യം കേട്ടതും പേടിച്ചരണ്ട ആ 2 യുവാക്കളും അവിടെ നിന്നും ജീവനും കൊണ്ടോടി. കുറച്ചു ദൂരം ഓടിയ ശേഷം അവരിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതോടെ അവർക്കൊരു കാര്യം ഉറപ്പായി. ഈ ഇരുട്ടറയിൽ വെറുതെ അസ്ഥികൂടങ്ങൾ മാത്രമല്ല കിടക്കുന്നത്. അവയിലെ ഓരോ ആത്മാക്കളും ഇന്നും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ട്. ആ ആത്മാക്കൾക്കിടയിൽ പെട്ടുപോയ ആ യുവാക്കളെക്കുറിച്ച് പിന്നീട് ദിവസങ്ങളോളം യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. ഏകദേശം 3 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടികൾ അവസാനമായി പാരീസിലെ കാറ്റകോംസിൽ പോകുമെന്ന് പറഞ്ഞിരുന്നതായി അവർ അറിയിച്ചു.
പോലീസ് ഉടൻ തന്നെ സ്നീഫർ ഡോഗ്സുമായി കാറ്റകോംസിനുള്ളിൽ തിരച്ചിൽ നടത്തി ആ ആൺകുട്ടികളെ പുറത്തെടുത്തു. എന്നാൽ രക്ഷപ്പെട്ടെങ്കിലും ആ ഭീകരമായ അനുഭവം കാരണം അവരുടെ ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർ. ഈ തുരങ്കത്തിനുള്ളിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണയാണ്. ഇത് ഒരൊറ്റപ്പെട്ട കഥയൊന്നുമല്ല. ഇതുപോലൊരു സംഭവമാണ് 1990 നടന്നത്. ഒരു സാഹസികൻ തൻ്റെ വീഡിയോ ക്യാമറയുമായി ഈ തുരങ്കത്തിലെ നിരോധിത മേഖലയിലേക്ക് ഒളിച്ചു കടന്നു. അസ്ഥികൂടങ്ങളും തലയോട്ടികളും തൻ്റെ കൈകളിൽ എടുത്തു പിടിച്ച് അവൻ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ്റെ ശ്വാസഗതി വേഗത്തിലാകാൻ തുടങ്ങി. പേടിച്ചരണ്ട് അവൻ അവിടെ നിന്നും ഓടാൻ ആരംഭിച്ചു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവൻ തൻ്റെ ക്യാമറ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. അവൻ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് ഇന്നുവരെ ആർക്കും അറിയില്ല. ആ മനുഷ്യനെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല. അവൻ അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുൻപുള്ള ആ ഭയപ്പെടുത്തുന്ന വീഡിയോ ഫുട്ടേജ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നവരെ ആകർഷിച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും പിന്നീട് ഒരിക്കലും പുറത്തു വിടാതിരിക്കുകയും ചെയ്യുന്ന ഏതോ ഒരു അദൃശ്യ ശക്തി അവിടെയുണ്ട്. ആ മനുഷ്യൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ഒരു വിചിത്രമായ പെയിന്റിംഗ് ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. ഓർക്കുക, നമ്മളീ കേൾക്കുന്നതെല്ലാം വെറും 1% വരുന്ന പ്രദേശങ്ങളിലെ സംഭവങ്ങൾ മാത്രമാണ്. ബാക്കി 99.5% അത്ര ഭാഗവും ഇന്നും ലോകത്തിന് മുന്നിൽ വെളിപ്പെടാത്ത രഹസ്യമായി തുടരുകയാണ്. ഇതുപോലൊരു കഥയാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത്, അതായത് 1793 നടന്നത്. പാരീസിലെ വാൽ ഡിഗ്രീസ് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു ഫിലിബർട്ട് ആസ്പ്രറ്റ്. ഫ്രാൻസിൽ ഇന്നും വളരെ പ്രശസ്തമായൊരു കഥയാണിത്. അക്കാലത്ത് യുദ്ധം നടന്നിരുന്നതിനാൽ എല്ലാവർക്കും കഠിനമായ ജോലിഭാരം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ താഴത്തെ നിലയിലുള്ള വൈൻ സൂക്ഷിച്ചിരിക്കുന്ന കലവറയിലേക്ക് പോകുന്ന ഒരു രഹസ്യ ഗോവണിയെക്കുറിച്ച് ഫിലിബർട്ടിന് അറിയാമായിരുന്നു. എന്നാൽ ആ ഗോവണി ചെന്ന് അവസാനിക്കുന്നത് ഈ ഭീകരമായ കാറ്റകോംസിലാണെന്ന് പാവം അവൻ അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം വൈൻ എടുക്കാനായി അവൻ ആ ഗോവണി ഇറങ്ങി താഴേക്ക് ചെന്നു. കുറച്ച് വൈൻ എടുത്ത ശേഷം മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ നിന്നും ആരോ തൻ്റെ പേര് വിളിക്കുന്നത് അവൻ കേട്ടത്. ഫിലിബർട്ട്. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാതിലിനടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അത് കാണാൻ ഫിലിബർട്ടിനെ പോലെ തന്നെയുള്ള ഒരു രൂപമായിരുന്നു. ആ രൂപം അവൻ്റെ മുന്നിലൂടെ നടന്നു നീങ്ങി. ഫിലിബർട്ട് ഇപ്പോൾ ചിന്തിച്ചു, ഞാൻ വൈൻ കുടിക്കുക പോലും ചെയ്തില്ല, അതിനു മുൻപ് എങ്ങനെയാണ് എനിക്ക് തോന്നലുകൾ ഉണ്ടാകുന്നത്? എനിക്ക് ലഹരിയൊന്നും കയറിയിട്ടില്ലല്ലോ, പിന്നെന്താണ് ഞാൻ ഈ കാണുന്നത്? ഇതിന് പിന്നിലെ സത്യം എന്താണെന്ന് എനിക്കറിയണം. ആ രൂപത്തെ പിന്തുടർന്ന് ഫിലിബർട്ട് മുന്നിലേക്ക് നടന്നു. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് അവൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. തനിക്ക് ചുറ്റും ഇപ്പോഴുള്ളത് വെറും മൃതദേഹങ്ങളുടെ അസ്ഥി മാത്രമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾക്ക് നടുവിലാണ് താൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ ഭയന്ന് വിറച്ച് തിരികെ പോകാൻ ശ്രമിച്ചു. പക്ഷേ താൻ ഏത് വഴിയാണ് വന്നതെന്ന് ആ ഇരുട്ടിൽ അവന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ആ ഭീകരമായ ഗുഹയ്ക്കുള്ളിൽ എല്ലാ വശങ്ങളിൽ നിന്നും അവൻ്റെ പേര് പ്രതിധ്വനിക്കാൻ തുടങ്ങി. ഫിലിബർട്ട്, ഫിലിബർട്ട്, ഫിലിബർട്ട്. അവന് ഒന്നും മനസ്സിലാകുന്നതിന് മുൻപ് അവന് ഇരുട്ടറയിലേക്ക് എന്നേക്കുമായി അപ്രത്യക്ഷനായി. വർഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഫിലിബർട്ടിൻ്റെ മൃതദേഹം അവിടെ നിന്നും കണ്ടെത്തുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ, അവൻ എവിടെ നിന്നാണോ കാണാതായത് ആ ഗോവണിയുടെ തൊട്ടടുത്ത് നിന്നാണ് അവൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അതായത് ഫിലിബർട്ടിന് പുറത്തേക്കുള്ള വഴി കൃത്യമായി ലഭിച്ചിരുന്നു. പക്ഷേ ആ പടികൾ കയറി പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയ ആ സെക്കൻഡിൽ അവൻ്റെ ശ്വാസം നിലച്ചുപോയി. വഴി കണ്ടെത്തിയിട്ടും രക്ഷപ്പെടുന്നതിന് തൊട്ടു മുൻപ് ആ മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ മാത്രം അവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നും അതൊരു നിഗൂഢതയാണ്. പൂർണ്ണമായും നിറഞ്ഞൊരു വൈൻ കുപ്പി ഉണ്ടായിരുന്നു. ഇന്നും ആരെങ്കിലും പാരീസ് കാറ്റകോംസിനെ ഒരു തമാശയായി കണ്ടാൽ അവർക്ക് ഫിലിബർട്ടിൻ്റെ ഈ കറുത്ത ചരിത്രമാണ് ഓർമ്മപ്പെടുത്തലായി പറഞ്ഞു കൊടുക്കാറുള്ളത്. നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ പോലും എടുത്ത ഈ സ്ഥലത്ത് ഒന്ന് പരിഹസിക്കാൻ വരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു സംഭവമാണ് 2004 നടന്നത്. കുറച്ച് ഫ്രഞ്ച് പോലീസുകാർ തമാശയ്ക്കായി കാറ്റകോംസിൻ്റെ നിരോധിത മേഖലയിലേക്ക്, അതായത് ആ 99.5% ആ ഭാഗത്തേക്ക് ഒളിച്ചു കടന്നു. എന്നാൽ കാറ്റകോംസ് ആരെയും വെറുതെ വിടാറില്ല. ആ ഗുഹയ്ക്കുള്ളിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അവർ തികച്ചും വിചിത്രമായ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ ഏകദേശം 20 കസേരകളും ഓൺ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു CCTV റെക്കോർഡർ, ഒരു പ്രൊജക്ടർ, പിന്നെ ഒരുപാട് വൈൻ കുപ്പികൾ എന്നിവയുണ്ടായിരുന്നു.
ഭയം തോന്നിയ പോലീസ് സംഘം അപ്പോൾ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ പോലീസുകാരുമായി അവർ കൃത്യമായ അന്വേഷണത്തിനായി അതേ സ്ഥലത്ത് തിരിച്ചെത്തി. എന്നാൽ ഇത്തവണ അവിടെ ആ കസേരകളോ പ്രൊജക്ടറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം അവിടെ ഒരു ചെറിയ കത്ത് മാത്രം അവശേഷിച്ചിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: ഡോണ്ട് സെർച്ച്, ഞങ്ങളെ തിരയരുത്. ഈ സംഭവത്തിന് ശേഷം ആരും ആ ഭാഗത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇത്രയും ഭീകരമായ ഒരിടത്ത് രഹസ്യമായി ആരാണ് താമസിക്കുന്നത് എന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ആലോചിച്ചു നോക്കൂ, ലോകം ഭയക്കുന്ന ഈ ഇരുട്ടറയ്ക്കുള്ളിലും ആർക്കൊക്കെയോ കൃത്യമായ സ്വാധീനമുണ്ട്. അത് സാധാരണ മനുഷ്യരാണോ, അതോ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തികളോ, അതോ ടൈം ട്രാവലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാം. ഈ രഹസ്യങ്ങളെല്ലാം പാരീസ് കാറ്റകോംസിനെ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സ്ഥലമാക്കി മാറ്റുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ നിറഞ്ഞ ഈ സ്ഥലം എങ്ങനെയാണ് ഉണ്ടായത്? ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് പാരീസ് നഗരത്തിന്റെ അടിയിൽ വലിയ കല്ല് ഖനികൾ ഉണ്ടായിരുന്നു. കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി തൊഴിലാളികൾ ഇവിടെ നിന്നും കല്ലുകൾ വെട്ടിയെടുത്തിരുന്നു. പാരീസ് നഗരം അതിവേഗം വളർന്നതോടെ ഈ തുരങ്കങ്ങളും കൂടുതൽ നീളമുള്ളതായി മാറി. എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടായത് 1700കളിലാണ്. നഗരത്തിലെ ജനസംഖ്യ കൺമുന്നിൽ വെച്ച് വർദ്ധിച്ചു. ദിവസവും 100 കണക്കിന് ആളുകൾ മരിക്കാൻ തുടങ്ങിയതോടെ ശ്മശാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. പഴയ കല്ലറകൾ തോണ്ടി മാറ്റിയാണ് പുതിയ ശവങ്ങൾ അടക്കം ചെയ്തിരുന്നത്. അതിനിടയ്ക്കാണ് മനുഷ്യരാശിയെ പിടിച്ചുകുലക്കിയ പ്ലേഗ് രോഗം പടർന്നു പിടിക്കുന്നത്. ദിവസവും 1000കണക്കിന് ആളുകൾ മരിച്ചു വീണതോടെ ശവങ്ങൾ അടക്കം ചെയ്യാൻ ഗവൺമെന്റിന് മുന്നിൽ മറ്റു വഴികളില്ലാതെയായി. അങ്ങനെയാണ് പാരീസിന് താഴെ അടഞ്ഞുകിടക്കുന്ന ഈ പഴയ കല്ല് ഖനികളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഏകദേശം 12 വർഷത്തോളം കഠിനമായി അധ്വാനിച്ചാണ് ഓരോ മൃതദേഹങ്ങളുടെയും അസ്ഥികൾ കൃത്യമായ രീതിയിൽ അവരിവിടെ അടുക്കി വെച്ചത്. ആ 12 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഈ ഭീകര ശ്മശാനം. ഇന്നിവിടേക്ക് ഒരുപാട് സാഹസികരും ശാസ്ത്രജ്ഞന്മാരും വരാറുണ്ട്. ചില ഭാഗ്യവാന്മാർ സുരക്ഷിതമായി തിരിച്ചിറങ്ങുമ്പോൾ പലരും ഈ ഇരുട്ടറയ്ക്കുള്ളിൽ എന്നേക്കുമായി കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പാരീസ് കാറ്റകോംസ് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സ്ഥലമായി തുടരുന്നത്. ഒരു കാര്യം ഓർക്കുക, ലോകത്ത് ഇനിയും വെളിപ്പെടാത്ത ഒരുപാട് രഹസ്യറകളുണ്ട്. ഒരുപക്ഷെ അവ ഈ കാറ്റകോംസിനേക്കാൾ ഭയപ്പെടുത്തുന്നതുമാകാം. അത്തരം ഞെട്ടിക്കുന്ന കഥകളുമായി ഞാൻ വീണ്ടും വരാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.